ശരി, അനീഷ, ഈ നിക്ഷേപ പദ്ധതി ഉപേക്ഷിച്ച് കിറ്റെക്സ് ഔദ്യോഗികമായി സംസാരിക്കുന്ന സാബു ജേക്കബിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ 10 തവണയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ കയറി നിരങ്ങിയത്. നമ്മൾ വലിയ ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഭീകരപ്രവർത്തകരെയൊക്കെ പിടിക്കാൻ വരുന്ന രീതിയിൽ 11,000 ജോലിക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എരച്ച് കയറുക. 10ഉം 12ഉം വാഹനങ്ങളിൽ ഇനി വന്നിറങ്ങുന്നു. 40ഉം 50ഉം ഉദ്യോഗസ്ഥന്മാർ പല ഫ്ലോറുകളിലേക്ക് ഓടിക്കയറുന്നു. ആരാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നതെന്നും നമുക്കറിയില്ല. മുതൽ മുടക്കിയവൻ, ഇത്രയും കാലം വേർപ്പൊഴുക്കി പ്രസ്ഥാനമുണ്ടാക്കിയവൻ വെറും ഒരു മണ്ടനെ പോലെ നോക്കി നിൽക്കുന്നു. അവിടെ അകത്ത് കയറുന്ന ആളുകൾ ജോലിക്കാരെ ജോലി സ്ഥലത്തു നിന്ന് ജോലി നിർത്തി വിളിച്ച് ചോദ്യം ചെയ്യുന്നു. അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുന്നു, അവരുടെ ഫോൺ നമ്പർ എഴുതിയെടുക്കുന്നു. സ്ത്രീകളെ വിളിച്ച്, അതും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ള സമയത്താണെന്ന് ഓർക്കണം. 26 വർഷം ആയിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഒരു പുതിയൊരു ഫാക്ടറി തുടങ്ങി ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വലിയ എന്തോ ഇത് നടക്കുന്നു, പോയി പരിശോധിക്കാം. ഇത് 26 വർഷമായിട്ട് അതാത് പീരീഡുകളിൽ സ്ഥിരമായിട്ട് പരിശോധന നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരുമാണത്. അങ്ങനെ ഒരു ഫാക്ടറിയിലേക്ക് ഒരു കോവിഡ് മാനദണ്ഡങ്ങളും പാലിക്കാതെ, മാസ്ക് പോലും ധരിക്കാതെ ഈ കുട്ടികളെയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തി ചോദ്യം ചെയ്യുകയും അവരുടെ അഡ്രസ്സ് എഴുതിയെടുക്കുകയും അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്യും. അങ്ങനെ ഏതാണ്ട് 400ഓളം പേരെ വരെ ചോദ്യം ചെയ്ത ചില റെയ്ഡുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ അതിൽ പരിചയമുള്ള ഏതെങ്കിലും ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ലേബർ ഡിപ്പാർട്ട്മെൻറ്റോ ഫാക്ടറീസോ ആണ്, അപ്പോൾ അവരാണെന്ന് വിചാരിച്ചാണത്. അങ്ങനെ 4-5 മണിക്കൂർ പരിശോധനകൾ നടത്തുന്നു, ഇറങ്ങിപ്പോകുന്നു. നമ്മൾ നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ രാജ്യത്ത് നിക്ഷേപിക്കുന്നവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനല്ലേ? ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി 53 വർഷമായിട്ട് കേരളത്തിൽ തന്നെ ഒരു വ്യാവസായിക വിപ്ലവം ഉണ്ടാക്കിയ ആളുകൾ, ഒരു ചരിത്രമുണ്ടാക്കിയ ആളുകൾ, അവരെ പോലെയുള്ള ആളുകളെ ഇതുപോലെ കൊള്ളക്കാരെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരെ നേരിടുന്ന മാതിരി തൊഴിലാളികളുടെ മുമ്പിൽ നമ്മൾ വെറും എന്തോ വലിയൊരു അപരാധിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അത് ഒരു പ്രാവശ്യമല്ല, ഒരു മാസത്തിൽ 10 പ്രാവശ്യം. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഇൻ്റർവ്യൂ തരുന്ന സമയത്തും ഈ പരിശോധന നടത്തിയ ഒരാൾ പോലും എനിക്ക് ഒരു നോട്ടീസോ ഏതെങ്കിലും നിയമലംഘനം നടത്തിയെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തിരുത്താനുണ്ടെന്നോ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിത് ചെയ്യണമെന്നോ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. നിക്ഷേപ പദ്ധതി ഉപേക്ഷിക്കുകയാണ്. 3500 കോടി രൂപയുടെ നിക്ഷേപം ഉപേക്ഷിക്കുന്നതായി കിറ്റെക്സ് അറിയിച്ചിരിക്കുന്നു. അപ്പാരൽ പാർക്കും 600ഓളം പുതുസംരംഭകർക്ക് അവസരമൊരുക്കുന്ന വ്യവസായ പാർക്കും നിർമ്മിക്കാനുള്ള ധാരണാപത്രത്തിൽ നിന്നാണ് ഇപ്പോൾ പദ്ധതി ഉപേക്ഷിച്ച് കിറ്റെക്സ് പിന്മാറുന്നത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.